ഹലോ, ഗ്രീസ് ആൻഡ് ട്രൂത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. ഇത് ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പുറത്ത് മഴ, ഞാനാണെങ്കിൽ ഉള്ളിൽ അടിപൊളി മലബാർ ദം ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലോക്കിൽ തന്നെ താമസിക്കുന്ന നമുക്ക് പേഴ്സണലി കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഫാമിലി, അത് അവരിവിടുന്ന് ട്രാൻസ്ഫറായി ഗുജറാത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അവർക്ക് ഡിന്നർ റെഡിയാക്കുകയാണ് ഞാൻ. അവർക്ക് കൊടുത്ത മെനു എന്ന് പറഞ്ഞാൽ വെള്ളയപ്പവും ചിക്കൻ സ്റ്റ്യൂവും മലബാർ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഞാൻ വറുത്ത് വെച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ച്, ഇതെല്ലാം നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാലയാണ് കേട്ടോ. ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിപ്പം ഞാൻ അറിയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരുകാരിയാണ്, മഹിമ എന്നാണ് അവളുടെ പേര്. അവൾ ആണ് ഈ ഒരു ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത്. അവർ സ്ഥിരമായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്, അവൾ നല്ല എക്സ്പെർട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഞാൻ അവളുടെ ഈ ഒരു റെസിപ്പി ഞാൻ ഫോളോ ചെയ്തപ്പോഴത്തേക്ക് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അടിപൊളി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ജേഡിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് കേട്ടോ. എല്ലാവരും, അതായത് ഞാൻ അന്ന് വന്ന് കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം അതെല്ലാം കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് കൊടുക്കുന്ന സമയത്ത് ജേഡ് പാത്രമായിട്ട് വന്നു കേട്ടോ. അപ്പം അവന് കുറച്ചെടുത്ത് കൊടുത്തു. അങ്ങനെ അതുമായിട്ട് അവൻ അവിടെ നിന്ന് പോയി കഴിക്കാനായിട്ട് തിണ്ണയിൽ പോയിരുന്നു കേട്ടോ. പിന്നെ ചിക്കന് ഞാൻ ഉച്ചയായപ്പോഴേ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാലയുടെ കൂടെ ഈ ചിക്കൻ്റെ മസാലയുടെ ഒപ്പം ഞാൻ പിന്നെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല കൂടെ ഇട്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറിലോട്ട് കടന്നു. എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയാൻ മേല, കാരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളി ഈ ഒരു ബ്രൗൺ കളറിൽ നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നതിന് പറയുന്ന പേര് ബിസ്ത എന്നാണല്ലോ. അപ്പോൾ ആ ഒരു ബിസ്ത ഞാനിങ്ങനെ ചിക്കൻ്റെ ഒരു മേലക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചു, വേവിച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ലൈക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ചിക്കനും പിന്നെ അതിനകത്ത് ഇടേണ്ട ഏലക്ക, ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പറേ ഇരുന്ന് ചിക്കൻ അതിങ്ങനെ ഗ്രേവി ആകുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിതായി ചിക്കൻ സ്റ്റൂ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സെറ നല്ല ഉറക്കമാണ്, ഞാൻ പറഞ്ഞില്ലേ. പുറത്ത് നല്ല മഴയാണ്. ജേഡൻ ടി വി കാണുകയാണ് കേട്ടോ. അവനങ്ങനെ പകൽ കിടന്ന് നന്നായിട്ട് അങ്ങനെ ഉറക്കം വന്നാലും ഉറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ അവന് പരമാവധി ടി വി കണ്ട് പിന്നെ അവൻ്റേതായ രീതിയിൽ അവൻ കളിച്ചൊക്കെ അങ്ങനെ സമയം നീക്കുക കേട്ടോ പതിവ്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ചിക്കൻ്റെ ഏകദേശം ഒരു ബിരിയാണിക്ക് വേണ്ടിയുള്ള പരുവമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അരി എന്നിട്ട് ഞാനത് വാങ്ങി വെച്ച് ആ സമയം കൊണ്ട് ചോറ് വേവിക്കാനായിട്ട് കഴുകി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരി വേവിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കടുകൊക്കെ ഇട്ടങ്ങ് വഴട്ടുകയാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് അരി ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അരി ഏകദേശം വേകാനായി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ സ്റ്റൂവും റെഡിയായി. ഇനി ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു സംഭവം റെഡിയാവും. ഏതായാലും ഇപ്പം എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്നതിനോടൊന്നും വലിയ മടിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ വീട്ടിലിങ്ങനെ പ്രെയർ മീറ്റിംഗ് ഒക്കെ വെക്കുന്നുണ്ട്. എന്തായാലും ഒരു 10-20 പേരുണ്ടാവും, 21 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി എന്തായാലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഇപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കേണ്ട ആ ഒരു മടിയൊക്കെ പോയി ഇപ്പം ഇഷ്ടമാകാൻ തുടങ്ങി കേട്ടോ, മറ്റുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. വേണ്ട നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിൻ്റെ ചോറ് ഇപ്പുറത്തെ അടുപ്പിലും പാകത്തിന് വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ദമ്മിലിട്ട് വെച്ചാൽ മതി. ഞാൻ പയ്യെ ചിക്കൻ്റെ ആ ഒരു പാത്രം തുറന്ന് അതിൻ്റെ തൊട്ട് ചോറിങ്ങനെ നല്ല വെറുവറാന്നിരിക്കുന്ന ചോറാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് വിതറി കൊടുത്തു. അങ്ങനെ അത് മൊത്തത്തിലാക്കി ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഇങ്ങനെ ബിരിയാണി ദമ്മിലിട്ട് വെച്ചു കേട്ടോ. നാട്ടിലിടുന്ന പോലത്തെ ദമ്മൊന്നുമല്ല, നമ്മൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ദമ്മിലിട്ട് വെച്ചിട്ടാണ് ബിരിയാണി സെറ്റാക്കി എടുത്തത് കേട്ടോ. ഏതായാലും എല്ലാം പാകത്തിനായിരുന്നു. ചോറും പിന്നെ വെള്ളയപ്പം ആണെങ്കിലും കറികളാണെങ്കിലും എല്ലാം
പാകത്തിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ബാക്കി വന്നില്ല. നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴിക്കാനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു 3/4 മണിക്കൂർ ഞാനിങ്ങനെ ദമ്മിലിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തീയെല്ലാം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഇത് ചോറൊക്കെ മൊത്തം സെറ്റാക്കിയ ശേഷം കുറച്ച് പാലിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളർ വരാനായിട്ട് ജസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വഴറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും എല്ലാം കൂടെ അതിൻ്റെ മേലെ വിതറി കൊടുത്തു കേട്ടോ. ഏതായാലും നല്ല ബിരിയാണി ആയിരുന്നു. കഴിച്ചവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നമ്മുടെ എന്നാ പറയണ്ടേ, മലബാർ ദം ബിരിയാണി എന്നൊക്കെ പറയും. നമ്മുടെ മലബാർ സൈഡിലൊരു സ്പെഷ്യലാണ് ഇങ്ങനെയൊരു ബിരിയാണി. ഏതായാലും അതങ്ങനെ റെഡിയായി. അത്യാവശ്യം നല്ല പാർട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ബിരിയാണി ഇങ്ങനെ ദമ്മിലിട്ട് വെച്ച ശേഷം പിന്നെ ബാക്കി ജോലികളിലേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അതെല്ലാം കഴിഞ്ഞ് വന്ന ശേഷമാണ് പിന്നെ വെള്ളയപ്പം ചുട്ടത് കേട്ടോ. വെള്ളയപ്പം ചുടേണ്ട ഒരു ജോലിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മളെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ചൂടോടെ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ആ ഒരു സമയത്താണ് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയത്. ബിരിയാണി പിന്നെ ഈ ഒരു ചൂടിൽ അങ്ങനെ അങ്ങ് ഇരുന്നോളൂല്ലോ, ചൂടൊന്നും ആറിപ്പോകത്തില്ലല്ലോ. നമ്മൾ എടുക്കുന്ന സമയത്താണ് അതിൻ്റെ മൂടി പൊട്ടിക്കത്തുള്ളൂ. അതുവരെ ആ ഒരു ഇതിലങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ബിരിയാണി ഇങ്ങനെ ഇച്ചിരി നേരത്തെ ആക്കി വെച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇതാണ് കേട്ടോ നമ്മളിങ്ങനെയാണ് ദമ്മിലിട്ടത്. നമ്മുടെ കല്ലിൻ്റെ ദോശക്കല്ല്, അതിൻ്റെ മേലെ നമ്മുടെ ബിരിയാണി എടുത്തങ്ങ് വെച്ചു. പിന്നെ ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഓണാക്കി അങ്ങനെ അതങ്ങ് വെച്ചു കേട്ടോ. ഇതേ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് അടിപൊളിയായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം വെള്ളയപ്പം ചൂടാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി വെള്ളയപ്പമായിരുന്നു കേട്ടോ. ഞാൻ എപ്പം വെള്ളയപ്പം ഉണ്ടാക്കിയാലും അതങ്ങനെ എനിക്ക് പാകത്തിന് നല്ല സെറ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ളയപ്പം ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കുന്നേ, പിന്നെ അത് ശരിയായില്ല, ഇത് ശരിയായില്ല. പക്ഷേ ഞാൻ എപ്പം വെള്ളയപ്പം ഉണ്ടാക്കിയാലും നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ വെള്ളയം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് ചൂടോടെ ആവി പൊന്തുന്ന ഇതേ വെള്ളയപ്പം നമ്മൾ കാസറിലോട്ട് മാറ്റി കേട്ടോ. അപ്പം ഏകദേശം ഒരു 20 അപ്പം ഞാൻ ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ വെള്ളയപ്പം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ അങ്ങനെ വെള്ളയപ്പൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേണ്ടേ നമ്മുടെ ഡിന്നറിന് വേണ്ടി ആൾക്കാർ എത്തിയിട്ടുണ്ട്. നമ്മൾ ക്ഷണിച്ച ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇത് ദീപ, എൻ്റെ 2-3 വീഡിയോസിലൊക്കെ ദീപ ഉണ്ട്. മറ്റേ ദീപയുടെ ഹസ്ബൻഡാണ്. ഇപ്പോൾ 2 കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നപാട് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പൊതുവേ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് കാണുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കലായിരിക്കുമല്ലോ. ദീപ ഇട്ടതൊരു പുതിയ ഡ്രസ്സായിരുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊക്കെ എവിടെ നിന്നാണ് മേടിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സെറായും ആദ്യം എന്ന് പറഞ്ഞ് ഇവരുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടും കൂടെ അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതായത് UKG തൊട്ട് അവർ ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചു വന്നത്. അപ്പം ഇപ്പോൾ പോകുമ്പം പിള്ളേർക്കാണെങ്കിലും വലിയൊരു വിഷമമുണ്ട്. ആ ഒരു സ്നേഹപ്രകടനമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറിലൊക്കെ എഴുതി എന്തൊക്കെയോ കൈമാറുന്നുണ്ടായിരുന്നു. ബിരിയാണി അടിപൊളിയാണെന്നുള്ള ഒരു സിമ്പിളാണ് കേട്ടോ ഈ കണ്ടത്. ഇനി ഇവരുടെ ഊഴം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ ബിരിയാണിയാണ് എടുത്തത്. ദീപ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. ദീപയ്ക്ക് പൊതുവേ ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവളെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഈ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ആക്കിയത്. സാറിന്, അതായത് ഇവിടെ ഹസ്ബൻഡിന് അനിൽ സാറിന് ബിരിയാണിയോടാണ് കൂടുതൽ താല്പര്യം. അപ്പം 2 പേരുടെയും ഇഷ്ടം അങ്ങിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബിരിയാണിയും വെള്ളയപ്പവും ഉണ്ടാക്കി. ഏതായാലും എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം വീട് കളിപ്പാട്ടമൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം എടുത്ത് എറിഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇവർ നടക്കാനായിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. വയറ് നിറഞ്ഞ് അധികമായെന്നും പറഞ്ഞ് അങ്ങനെ നടപ്പെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കസ്റ്റർഡ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ഇവർ നടത്തമെല്ലാം കഴിഞ്ഞ് വന്നു. ഞാൻ ദീപയും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈയൊക്കെ കഴുകി ശേഷം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കൈമാറി കേട്ടോ. അപ്പോൾ അതിലൊരെണ്ണം അവരിപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്.
എത്ര ഇതൊന്നും കൊടുത്താലൊന്നും മതിയാവില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നമ്മളെ എന്നാ പറയുക, ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയി, രണ്ടാമത്തെ ജേഡിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ദീപ ഒരുപാട് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തതും അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അത്രമാത്രം നന്ദിയും കടപ്പാടും ഉണ്ട് ഇവരുടെ അടുത്ത്. അപ്പം ഏതായാലും അവരത് ഓപ്പൺ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായി എന്ന് ആ ഒരു നിമിഷം തന്നെ അവർ പറഞ്ഞു. ഇതാണ് കേട്ടോ, ഞങ്ങളൊരു ഫോട്ടോ ഫ്രെയിമാണ് കൊടുത്തത്. അതായത് ഈ റീസെൻ്റ്ലി അവരെടുത്തൊരു പിക്ചറാണ് കേട്ടോ. അപ്പം അവർക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു, കാരണം ഫോട്ടോ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു അതായിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബൈ എല്ലാം പറഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് അത് കഴിഞ്ഞൊരു ഗ്രൂപ്പ് ഫോട്ടോ മൊത്തത്തിലെടുത്തു. പിന്നെ ഇവർ ഇവിടുന്ന് പോകുക എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപയുടെ വീട് ഇവിടെ നമ്മളെ ഇപ്പം ഉള്ളിടത്ത് തന്നെയാണ്, സേഡത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവരെന്തായാലും 6 മാസം കൂടുമ്പോൾ എന്തായാലും ദീപയുടെ പപ്പനും വീട്ടുകാരെയൊക്കെ കാണാനായിട്ട് വരും. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം വിളിക്കും, കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആശ്വാസം, അയ്യോ പോവുകയാണല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും കേട്ടോ. ഏതായാലും അവർ ഇടയ്ക്ക് വരുമല്ലോ, അന്നേരം കാണാമല്ലോ എന്നുള്ളൊക്കെ ഒരു ചിന്ത മനസ്സിലോട്ട് വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ, അവരുടെ ക്വാർട്ടേഴ്സിലോട്ട്. ഇവർ ശരിക്കും ഇവിടുന്ന് പോകുന്നത് സൺഡേ ആണ്, സൺഡേ മോർണിംഗിൽ പോകും. അപ്പം നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ മൊത്തത്തിലുള്ള പാർട്ടിയൊക്കെ ഇനി നാളെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോയും പുറകെ വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും അങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കണേ. അടുത്ത വീഡിയോ കാണാം. ബൈ.